വെൽക്കം ബാക്ക്. അപ്പോൾ ഡൽഹി സെറ്റ് 1 2025 ക്വസ്റ്റ്യൻ നമ്പർ 2 2025 നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിൻറ്റ്സ് -69 ആൻഡ് 27 ഈസ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമ്മളിത് ചെയ്ത് നോക്കണം. ഇപ്പോൾ നമുക്കിത് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് വരാം. ഇത് നമ്മുടെ ചാപ്റ്റർ നമ്പർ 7 കോർഡിനേറ്റ് ജോമെട്രിയിൽ നിന്നാണ്. അപ്പോൾ 2 പോയിൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. 2 പോയിൻ്റ് ഇതിൽ ഇത് എക്സ് കോർഡിനേറ്റാണ്. ഫസ്റ്റ് നമ്പർ എക്സ് കോർഡിനേറ്റാണ്, രണ്ടാമത്തത് വൈ കോർഡിനേറ്റാണ്. ഇങ്ങനൊരു പോയിൻ്റ് തന്നാൽ എപ്പോഴും ഫസ്റ്റ് വരുന്ന എക്സ് കോർഡിനേറ്റും സെക്കൻഡ് വരുന്ന വൈ കോർഡിനേറ്റുമാണ്. ഇത് എക്സ് കോർഡിനേറ്റ്, ഇത് വൈ കോർഡിനേറ്റ്. ഇവിടെ 2 പോയിൻറ്റ്സ് ആയിട്ട് തന്നിട്ടുള്ളതുകൊണ്ട് ഒന്നാമത്തേത് നമ്മൾ x1 ഉം y1 എന്നും രണ്ടാമത്തേതിന് x2 എന്നും y2 എന്നും എടുക്കാം. അപ്പം നമ്മൾ കോർഡിനേറ്റ് ജോമെട്രി ചാപ്റ്റർ നമ്പർ 7 ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്, ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറഞ്ഞിട്ട്. അതായത് ഡിസ്റ്റൻസ് ഫോർമുല ഈസ് ഈക്വൽ ടു √x2 - x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഈ ഇക്വേഷൻ അതുപോലെ തന്നെ അങ്ങ് എഴുതുക. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടുന്ന വാല്യൂസൊക്കെ എഴുതിയെടുക്കാം. നമുക്ക് കിട്ടുന്ന വാല്യൂ x1 ഉം y1 ഉം ഉണ്ട്, x2 ഉം y2 ഉണ്ട്. x1 ഇവിടെ നമ്മൾക്ക് തെറ്റ് വരുന്ന എപ്പോഴും നമ്മൾ സൈൻ ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് തെറ്റ് വരുന്നത്. അതുകൊണ്ട് സമാധാനമായിട്ട് സൈൻ ചെയ്താൽ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ എഴുതണം. അപ്പോൾ x1 -6 ആണ്, y1 9 ആണ്, x2 2 ആണ്, y2 7 ആണ്. ഇവിടെ നമ്മൾ നമ്പർ എഴുതുമ്പോൾ x1 y1 എഴുതുമ്പോൾ സൈനോടുകൂടി എഴുതുക. മൈനസ് ഉണ്ടെങ്കിൽ മൈനസ് ചേർത്തങ്ങ് എഴുതുക. അതാണ് ഫസ്റ്റ് പോയിൻ്റ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഇനി നമ്മൾ ഇക്വേഷനിലേക്ക് വരും. ഇക്വേഷനിൽ വാല്യൂ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇക്വേഷനിൽ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഇക്വേഷനിലെ മൈനസ് ആ മൈനസ് പോലെ തന്നെ നിർത്തണം. എന്നിട്ട് നമ്പറിലെ മൈനസ് എഴുതണം. ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. ഇപ്പോൾ x2 എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആണ്. ഇപ്പോൾ 2 എഴുതി. ഇക്വേഷനിലെ മൈനസാണ് ഈ മൈനസ്, ആ മൈനസ് അതുപോലെ ഇട്ടു. x2 - x1, x1 6 -6 ആണ്. അപ്പോൾ ആ -6നെ -6 പോലെ തന്നെ ഇടണം. ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1, y2 7 ആണ്, 7 മൈനസ് ഈ ക്വസ്റ്റ്യനിലെ മൈനസ്, ഈ നമ്മുടെ ഇക്വേഷനിലെ മൈനസ്, ആ മൈനസ് പോലെ ഇട്ടു. y1 9, 7 - 9 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 - -6 എന്നാണ് വന്നത്. അപ്പോൾ ഇത് +6 ആവും. 2 + 6 ദ ഹോൾ സ്ക്വയർ പ്ലസ് തന്നെ 7 - 9 -2 വരും. കാരണം നമ്മൾ -7 ചെറുതിൽ നിന്ന് വലുതാണ് മൈനസ് ചെയ്യുന്നത്. 7 - 9 ആണ്. അങ്ങനെ ചിന്തിക്കാം. അല്ലെങ്കിൽ ഡിഫറൻസ് കണ്ടിട്ട് വലുതിൻ്റെ സൈൻ ഇടുക എന്നുള്ളത് എടുക്കാം. അപ്പോൾ 7 ഉം 9 ഉം തമ്മിൽ 2, വലുതിൻ്റെ സൈൻ എന്ന് പറഞ്ഞാൽ -9, മൈനസാണ്, 9 ആണ്, മൈനസാണ്, -2 ദ ഹോൾ സ്ക്വയർ. ഇനി 2 + 6 8 സ്ക്വയർ -2 സ്ക്വയർ. 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64, -2യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -2 × -2 4, മൈനസ് മൈനസ് പ്ലസ്, അപ്പോൾ -2 × -2 4 എന്നിട്ട്. ഇനി അപ്പോൾ 64 + 8 4, 64 + 4 68, √68. അപ്പോൾ ആ √68 എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മുടെ ഓപ്ഷനകത്തില്ല. അപ്പോൾ നമ്മളിതിനെ പിന്നെയും ചെറുതാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ 68നെ ഇങ്ങനെ ഡിവിഷൻ ചെയ്തു റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. 68 ഏറ്റവും ചെറുതായിട്ട് നമുക്ക് ഡിവിഷൻ ചെയ്യാൻ പറ്റുന്നത് 2 കൊണ്ടാണ്. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 64 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്നുകിൽ നമ്മളിങ്ങനെ 64ൻ്റെ പകുതി എന്നുള്ള ഓർക്കുക, 2 കൊണ്ടായതുകൊണ്ട്. അല്ലെങ്കിൽ 3 2s are 6, 4 2s are 8, 34. പിന്നെയും ചെയ്യാൻ പറ്റുന്നത് 2 കൊണ്ടാണ്. കാരണം ഇത് ഈവൻ നമ്പറാണല്ലോ. അപ്പോൾ ഈവൻ നമ്പറിനൊക്കെ നമുക്ക് 2 കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് 2 കൊണ്ടാണ് പിന്നെയും നമ്മൾ ചെയ്യുന്നത്. 2 കൊണ്ട് ചെയ്യുമ്പോൾ 1
2 ഈസ് 2. ഇവിടെ 2 വന്നു. ഇവിടെ ഈ 2 3യിൽ ഒരെണ്ണം ബാക്കിയുണ്ട്, അതിപ്പുറത്തോട്ട് പോയി. 14. 7 2s are 14. ഇപ്പോൾ 17 കിട്ടി. 17 നമുക്ക് 2 കൊണ്ടോ 3 കൊണ്ടോ അങ്ങനെ റൗണ്ട് ചെയ്തൊന്നിലും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 17 കൊണ്ട് തന്നെ ചെയ്തു. ഇപ്പോൾ 1 വന്നു. അപ്പോൾ ഇവിടെ 1 വരുന്നവരങ്ങ് ചെയ്യുന്നതാണ് തെറ്റാതിരിക്കാൻ നല്ലത്. അപ്പം നമുക്ക് ഈ റൂട്ട് 68നെ ഇവിടെ കിട്ടിയതുപോലെ അങ്ങ് എഴുതാം. റൂട്ട് 68 ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു 2 ഇൻറ്റു 17. 2 ഇൻറ്റു 2 ഇൻറ്റു 17 അങ്ങനെ നമ്മൾ എഴുതി. ഇനി 2 2 വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റൂട്ടിനെ പുറത്തോട്ട് എടുക്കുമ്പോൾ ഒരു 2 ആകും. ഒരു 2നെ പുറത്തെടുത്തു. ഈ 17 ഒരെണ്ണം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് റൂട്ടിന് ആ 17 ആയിട്ട് തന്നെ നിർത്തി. അപ്പോൾ 2 റൂട്ട് 17 എന്ന നമുക്ക് ആൻസർ കിട്ടി. ഇത് നമുക്കിവിടെ ഓപ്ഷനിലുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ 2 റൂട്ട് 17 ആണ്. അതുകൊണ്ട് മൾട്ടിപ്പിൾ ചോയ്സിൽ ആൻസർ ഇതാണ് കറക്റ്റ്. ഓക്കെ, ദെൻ ഓക്കെ.